ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാജിക് മെഷ്. അപ്പം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണോ അതൊരു പെട്രോൾ വണ്ടി വാങ്ങണോ എന്നുള്ളതായിരിക്കും. പിന്നെ ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഏത് വണ്ടി വാങ്ങണം എന്നതുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല S1 Pro Gen 3 4 kW വണ്ടിയാണ് ഗൈസ്. അപ്പം ഇതിൽ എല്ലാ ഇലക്ട്രിക് വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഇതിൽ വന്നിട്ട് ചെയിനാണ് വരുന്നത്. Gen 2 വന്നിട്ട് ഇതിൽ വന്നിട്ട് സെൻട്രൽ ഒരു സസ്പെൻഷനാണ് വരുന്നത്. ഇപ്പം രണ്ട് സൈഡിലും മാറ്റി നല്ലൊരു സസ്പെൻഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9,000 കിലോമീറ്ററായി. നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി. എങ്ങനെയാണ് വണ്ടി എടുക്കണമെന്ന് നോക്കാം. സ്റ്റാൻഡ് എടുത്തിട്ട് ഈ ബട്ടൺ പതുക്കി കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ പാസ്വേഡ് അടിക്കുമ്പോൾ വണ്ടി ഓണായി. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ വണ്ടി അടുത്തെടുക്കുക എന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് ബ്രേക്ക് പിടിച്ചിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി, വണ്ടി ഓണായി. ഞാൻ നോർമലിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും. 80 വരെ പോകാൻ പറ്റും. അപ്പം പോവാം. സോ ഗൈസ്, അപ്പം വണ്ടി എടുത്ത് പോകുന്നു. നോർമലിൽ ഒന്നുമില്ല. ഈ വണ്ടി എടുത്തിട്ട് ഞാനൊരു 3000 കിലോമീറ്റർ ആയപ്പോഴേ എൻ്റെ ബ്രേക്ക് പാഡ് അങ്ങ് തീർന്നു. അപ്പോൾ 5000 സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ 5000 സർവീസ് ചെയ്തിട്ടില്ല. അപ്പോൾ വേറൊന്നുമല്ല, സർവീസിന് ചെയ്യാൻ പൈസ ഇല്ല. ഒരു ബ്രേക്ക് പാഡിൻ്റെ വില 6,000 രൂപ കേട്ടപ്പോഴേ 1000 സംതിങ്. ഓക്കെ മതി, ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പാഡ് വെച്ച് ഓടിക്കൊള്ളാം, എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡുണ്ട്. അങ്ങനെ 3000 പോയതാണ്. ഞാൻ 9,000 കിലോമീറ്റർ ആയിട്ടും എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കറൻ്റ്ലി. അത് ഇതുവരെയ്ക്കും ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ വണ്ടി ഇതാ പോവാണ് കേട്ടാ. വണ്ടി അങ്ങ് പോവും. നോർമൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ പോയിക്കൊണ്ടേയിരിക്കും. ആണ്ടാ 80, 81, 80 തന്നെ, ഇതിൻ്റെ അപ്പുറം പോകൂല. ഓക്കേ, പിന്നെ ഇതിൻ്റെ മോഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് മോഡ്. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോഡ് മാറ്റാം ഗൈസ്. അപ്പം വേറെ റണ്ണിങ്ങിൽ മാറ്റാം, നിർത്തി മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയവുമില്ല. അപ്പം ഓവർടേക്കാം. അപ്പം മോഡ് മാറ്റി വച്ചൊരു ഗീച്ചല് അടുത്ത് ഇപ്പം സ്പോർട്സായി. ഹൈപ്പറിനോ പൊപ്പിക്കാം. ഹൈപ്പർ ആടാ ഗൊമ്മാല. അപ്പം ഹൈപ്പർ ഇട്ടോ വണ്ടി അങ്ങ് പോവും. ഈ ഷോറൂമിൽ നിന്ന് ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഷോറൂമുകാർ പറഞ്ഞ് അത്യാവശ്യം പവർ കൂടുതലാണ്. ഓക്കെ, ഞാൻ ഓടിച്ചു നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഈ വണ്ടി എടുക്കുന്ന മുമ്പേ എൻ്റെ കയ്യിൽ V3 ഉണ്ടായിരുന്നു. V3 കൊടുത്തിട്ട് 390 എടുത്തു. 390 സാഹചര്യം കൊണ്ട് കൊടുത്തതാണ് ഗൈസ്. അപ്പം ഉറപ്പായിട്ടും അടുത്തൊരു വണ്ടി എടുക്കുന്നതായിരിക്കും. അപ്പം ഷോറൂമുകാർ പറഞ്ഞത് അത്യാവശ്യം പവറൊക്കെ ഉണ്ട്, നോക്കി പോകണം. ഓക്കെ, ഇതാ പവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് 390. ടോപ്പിക്കിൽ നിന്ന് മാറി പോകുന്നു. അപ്പം വേറെ ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. വണ്ടി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. കൈ കൊടുത്ത് അങ്ങ് കയറിപ്പോവും. സ്പോർട്സ് മതി, ഹൈപ്പറിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം പൊളിയാണ് വണ്ടി ഓടിക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാൻഡ് വലിയൊരു വിഷയമാണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇറക്കത്തിൽ കൊണ്ട് വച്ചിരുന്നവരെ സ്റ്റാൻഡ് ഇരിക്കില്ല. ചെറിയൊരു ഇറക്കത്തിലാണ്. നോർമൽ സർഫേസിലാണ് വെച്ചിരിക്കുകയാണെങ്കിൽ ഇരിക്കും, ഇറക്കത്തിലിരിക്കില്ല. സോ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ ഡിം അടിക്കുമ്പോൾ അടുത്തുള്ളവർ വരുന്നവരെ കണ്ണിലടിക്കും. അതാണ് രണ്ടാമത്തെ നെഗറ്റീവ്. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കാര്യങ്ങളുമില്ല, ബഗ്ഗാണ്. ചെറിയ രീതിക്ക് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീറ്റട ഇല്ല. പിന്നെ ചെറിയ ഇഷ്യൂ. അത് വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അങ്ങനെ ചെറിയ നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നു വണ്ടി ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് പൂനയാണ്, കത്തും എന്നൊക്കെ. പക്ഷേ നോ, എന്നെ സംബന്ധിച്ച് വണ്ടി ഒരു കുഴപ്പമില്ല. വണ്ടി പക്ക. ബ്രേക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം കൊള്ളാം. ഹലോ, ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയേ. ഞാൻ ചുമ്മാ അതുവരെ പോയിട്ട് എന്നെ തിരിച്ചു പോണേ.
ഗായ്സ് അങ്ങനെ ക്യാമറയുടെ ഓണറാണ് വിളിച്ചത് ഗായ്സ്. ഇപ്പോൾ ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നത് ഗോപ്രോയിലാണ്. ഈ ഗോപ്രോ എന്ന ഓണർ എന്നെ കണ്ടിട്ടാണ് വിളിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ട് എന്താ ക്യാമറ എങ്ങനെ വർക്കാവുന്നോ, നേരെ തന്നെ വച്ചിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. നേരെ കിട്ടുന്നുണ്ടെന്നാണ് വിശ്വാസം. അറിയില്ല, എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ അടുത്തൊരു ടേക്ക് കൂടെ പോകാം ഗൈസ്. ടേക്കല്ല, അടുത്തൊരു വീഡിയോ കൂടെ എടുക്കാം. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇതിൻ്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. പവർ മാറ്റി അന്യായ പവർ, ചെറിയൊരു 100 അടിച്ച്. ഇതിൻ്റെ ടോപ്പ് സ്പീഡെന്ന് പറഞ്ഞത് കമ്പനി പറയുന്നത് 120 സംതിങ് ആണ്. അപ്പം അത്യാവശ്യം സ്പീഡ് ഇത് പോവും. നമുക്ക് ഹൈപ്പറിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചാർജും സീനാണ്. 100-ന് 100 കിട്ടിക്കൊണ്ടിരിക്കുന്നത് റേഞ്ച്. കമ്പനി 242 പറയുന്നത്, അത് കിട്ടുന്നില്ല. അപ്പോൾ വന്നിട്ട് കമ്പനി പറയുന്നത് ഫേക്ക്. ഞാൻ 1-2 പ്രാവശ്യം കമ്പനിയിൽ പോയി ചോദിച്ച്, അപ്പോഴവർ പറയുന്നത് നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങുമെന്നാണ് അവരൊരു ഡ്രോപ്പ് ബാക്ക് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. ഓല യൂസേഴ്സ്, ഓല S1 Pro Gen 3 യൂസ് ചെയ്യുന്നവരൊന്ന് പറയൂ, കമൻ്റ് ഇടൂ. ഇനി വല്ല അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ വണ്ടി 994 കിലോമീറ്റർ ഓടി. അപ്പം ഇതുവരെയ്ക്കും ഞാൻ വണ്ടിയിൽ 1 രൂപയുടെ പണി പോലും ആയില്ല. ഇത് അറൗണ്ട് ഒരു 58 മൈലേജ് നോക്കിയിരുന്നാലും ഒരു ഏകദേശം ഒരു 18,500 രൂപ പോലും പെട്രോൾ അടിക്കേണ്ടി വരുമായിരുന്നു. അപ്പം എനിക്ക് കറണ്ട് ബില്ല് മാത്രം ആയതുള്ളൂ. വണ്ടിയിൽ ഒരു പണിയോ കാര്യങ്ങളോ ഇതുവരെയ്ക്കും ഒന്നും വന്നില്ല. അപ്പം ഉറപ്പായിട്ടും ഒരു ഡെയിലി ഒരു 50-60 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടി ലാഭമാണ് ഗൈസ്. എന്നിട്ട് എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ലാണ് ഇത്. എൻ്റെ വീട്ടിൽ നേരത്തെ വന്നുകൊണ്ടിരുന്നത് 300, 200, 400, ലാസ്റ്റ് വന്നത് 529. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓല എന്ന് പറയുന്ന വണ്ടി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന ബില്ല് ഉണ്ടോ 904, 864, 748. ഈ 748 വരാൻ കാരണം ഞാൻ ഒരു ദിവസം ചാർജിന് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ചാർജിനിടുന്നത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉറപ്പായിട്ടും. ഒരു ദിവസം ഓടും, ചാർജിൽ കുറച്ച് ദൂരം ഓടും. ഇതിൻ്റെ 100 കിലോമീറ്റർ, ഒരു ഫുൾ ചാർജ് 100 കിലോമീറ്റർ ഓടും. അപ്പം ഞാൻ അടുത്തൂടെ ഓടി ഏകദേശം ഒരു 20-30 കിലോമീറ്റർ ഡെയിലി ഓടാറുള്ളൂ. അപ്പം 2 ദിവസം ഞാൻ അങ്ങനെ ഓയിൽ സുഖമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു കണ്ടൻറ്റിലേക്ക് സന്ധിക്കും വരെ ടാറ്റ, ബൈ ബൈ.